ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിലെ ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ, അതായത് ഫ്രൈഡേയിലെ ഒരു ട്രേഡിംഗ് ഡേയിൽ സോൾഡ് ആയിട്ടുള്ള ഒരു ഗെയിനോട് കൂടിയാണ് മാർക്കറ്റിലെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സുകളായിട്ടുള്ള നിഫ്റ്റിയും സെൻസെക്സും ക്ലോസ് ചെയ്തത്. അപ്പോൾ 4 ദിവസം തുടർച്ചയായ നെഗറ്റീവ് ക്ലോസിംഗിന് ശേഷമാണ് ഫ്രൈഡേ ഇത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ഉണ്ടായത്. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് ക്ലോസിങ്ങിന് പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടായിട്ട് നിന്നത് ഒന്ന് റുപ്പിയുടെ സ്റ്റെബിലിറ്റിയാണ്. കഴിഞ്ഞ ആഴ്ച നമുക്ക് കാണാൻ കഴിയും റുപ്പി ഹയസ്റ്റ് ആയിട്ട് 91 മുകളിൽ പോയതായിട്ട് കാണാം. ഡിസംബർ 16 ആ രീതിയിലുള്ള ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് അത് കുറഞ്ഞു വന്നിട്ട് ഡിസംബർ 19 നമ്മൾ കാണുന്നത് 89.25 എന്ന ലെവലിലാണ് അതിൻ്റെ ലോ. അപ്പോൾ ഇവിടെ റുപ്പി തീർച്ചയായിട്ടും കുറച്ച് സ്ട്രെങ്ത് നേടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, അപ്പോൾ അവിടെ റിസർവ് ബാങ്ക് ഇടപെട്ടുകൊണ്ട് തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഡോളർ സെല്ല് ചെയ്തുകൊണ്ട് റുപ്പിയുടെ വാല്യൂ ഉയർത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് കൂടാതെ തന്നെ US ഡോളർ ഇൻഡെക്സ് വീക്കായതും റുപ്പിക്ക് അനുഗ്രഹമായി മാറിയിട്ടുണ്ട്. എങ്കിൽ പോലും ആ വളറ്റിലിറ്റി പൂർണ്ണമായിട്ടും അവസാനിച്ച് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള റുപ്പി സ്ട്രെങ്ത് നേടിയത് കൊണ്ടാവാം FIAസിൻ്റെ ബൈങ്ങും അവിടെ നടന്നായിട്ട് കാണാം. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അവർ കണ്ടിന്യൂസ് ആയിട്ട് 3 ട്രേഡിംഗ് ഡേയിൽ ബയേഴ്സ് ആയിരുന്നു. ടോട്ടൽ ഏകദേശം 3596 കോടിയുടെ ഒരു ബൈങ് അവർ ഈ 3 ട്രേഡിംഗ് സെഷനിൽ നടത്തിയതായിട്ടും കാണാം. ഇത് കൂടാതെ ഗ്ലോബലായിട്ടുള്ള ക്യൂസ് കുറച്ച് ഇമ്പ്രൂവ് ആയിരുന്നു. നമുക്കറിയാം US-ന്റെ ഇൻഫ്ലേഷൻ ഡാറ്റ കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു. അത് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആയിരുന്നു. അതേപോലെ തന്നെ ബാങ്ക് ഓഫ് ജപ്പാന്റെ പോളിസി ഔട്ട്കം അത് പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു വോളറ്റിലിറ്റി മാർക്കറ്റിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതും പൊതുവെ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് സെന്റിമെന്റ്സ് ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ബ്രോഡ് മാർക്കറ്റിന്റെ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 50.31% ഡൗൺ ആണ്. നിഫ്റ്റി നെക്സ്റ്റ് 50.19% ഡൗൺ ആയിരുന്നു. എന്നാൽ നിഫ്റ്റി മിഡ് ക്യാപ്പ് 0.03% ഫ്ലാറ്റ് നെഗറ്റീവ് ആണ്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 250 0.07 ഫ്ലാറ്റ് പോസിറ്റീവ് ആണ്. നിഫ്റ്റി മൈക്രോ ക്യാപ്പ് 250 ഇൻഡെക്സ് 0.1% ഫ്ലാറ്റ് നെഗറ്റീവ് ആണെന്ന് പറയാം. അപ്പോൾ ഇവിടെ കാര്യമായ മാറ്റം കഴിഞ്ഞ ആഴ്ച ഉണ്ടായിട്ടുള്ളത് ലാർജ് ക്യാപ് സ്റ്റോക്കുകളിൽ മാത്രമാണ്. മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും മൈക്രോ ക്യാപ്പും ഒക്കെ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസാണ് നമ്മൾ കാണുന്നത്. സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ PSU ബാങ്ക്, IT, FMCG, നിഫ്റ്റി MNC പോലെയുള്ള സെക്ടറുകൾ പോസിറ്റീവ് ആയപ്പോൾ മെറ്റൽ, റിയാലിറ്റി, ഫാർമ, PSC, CPSC, കമ്മോഡിറ്റീസ്, ബാങ്ക്, ഓട്ടോ, എനർജി, മീഡിയ പോലെയുള്ള സെക്ടറുകളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നതായിട്ടും കാണാം. അപ്പോൾ അടുത്ത ആഴ്ചയിൽ ഒരു മാർക്കറ്റിൻ്റെ ഒരു ഔട്ട്ലുക്ക് നമ്മൾ നോക്കുമ്പോൾ അടുത്ത ആഴ്ച നമുക്കറിയാം 4 ട്രേഡിംഗ് ഡേ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ക്രിസ്മസ് ഹോളിഡേ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ട്രേഡിംഗ് ഡേ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ട്രേഡിംഗ് വോളിയത്തിൻ്റെ ഒരു ഡിപ്പ് ഉണ്ടാവും. അതുകൂടാതെ സാന്താ റാലി എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റാലി നടക്കാനുള്ള സാധ്യതയുള്ള ഒരാഴ്ച കൂടിയാണ്. അപ്പോൾ അതും കൂടി നെക്സ്റ്റ് വീക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇവൻ്റാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഡാറ്റ നെക്സ്റ്റ് വീക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വരുന്നത് ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് ഡാറ്റയാണ്. ഇപ്പോൾ കഴിഞ്ഞ നവംബർ മാസം ഇന്ത്യയുടെ മൊത്തം മാനുഫാക്ചറിങ് ഔട്ട്പുട്ട് എത്ര ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഡാറ്റയാണിത്. അപ്പോൾ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷനാണ് ഇത് പുറത്തുവിടുക. അത് ഡിസംബർ 29 പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒക്ടോബർ മാസത്തെ ഡാറ്റ അത് 0.4% മാത്രമായിരുന്നു. വളരെ വീക്കായിട്ടുള്ള ഒരു ഡാറ്റയായിരുന്നു. എന്നാൽ അതിന് മുമ്പത്തെ സെപ്റ്റംബർ മാസം 4% ഉണ്ടായ സ്ഥാനത്താണ് ഈ ഒരു വീക്ക്നെസ് ഉണ്ടായത്. അപ്പോൾ അതിന് കാരണമായിട്ട് പറഞ്ഞിട്ടുള്ളത് വർക്കിംഗ് ഡേയ്സ് കുറഞ്ഞതും അതുകൂടാതെ ദസറ, ദീപാവലി പോലെയുള്ള ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ടുണ്ടായ മാനുഫാക്ചറിങ് ഡേയ്സ് കുറഞ്ഞതുമാണ് അതിന് കാരണമായത് എന്നാണ്. അപ്പോൾ ഏതായാലും അതുകൊണ്ട് തന്നെ നവംബർ മാസത്തെ ഡാറ്റ ഈ ഒരു ഡിസംബറിൽ പുറത്തു വരുമ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു സൂചികയായിട്ട് നമുക്ക് കണക്കിലെടുക്കാൻ പറ്റും. ഇതേപോലെ തന്നെ അമേരിക്കയുടെ GDP ഡാറ്റയും വരുന്നത് നെക്സ്റ്റ് വീക്കാണ്. അതും ഒരു പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവൻ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് ഇൻഫ്ലേഷൻ ഡാറ്റ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻ വന്നതുകൊണ്ട് തന്നെ GDPയും ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻ വരികയാണെങ്കിൽ അത് ഗ്ലോബൽ ക്യൂസ് വളരെയധികം ഇംപ്രൂവ് ചെയ്യാൻ സഹായിച്ചേക്കും. ഇനി നമ്മൾ മാർക്കറ്റിൽ എല്ലാവരും കാത്തിരിക്കുന്ന India-US ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു എഗ്രിമെൻറ്റും വരുന്നതിൻ്റെ യാതൊരു ലക്ഷണവും നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഗവൺമെൻറ് ചില ആൾട്ടർനേറ്റീവ് സ്ട്രാറ്റജികളിലൂടെ തിടുക്കത്തിൽ മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. കാരണം ഈ വർഷത്തെ ഏറ്റവും അവസാനത്തെ ഈ പാർലമെൻറ്റ് സെഷനിൽ കാര്യമായ കുറേ ബില്ലുകൾ പാസ്സാക്കിക്കൊണ്ട് അമേരിക്കയുടെ ഈ ഒരു ടാരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ റിസ്കിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റിൽ പ്രധാനപ്പെട്ട 3 ബില്ലുകൾ വന്നതായിട്ട് കാണാം. ഒന്ന് ന്യൂക്ലിയർ എനർജി പ്രൈവറ്റൈസ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ അവിടെ ഫോറിൻ ഫണ്ട് അലൗ ചെയ്തുകൊണ്ടുമുള്ള ഒരു ബില്ലാണ്. അതേപോലെ ഇൻഷുറൻസ് ഫേമുകളിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് 100% ഉയർത്താനുള്ള മറ്റൊരു ബില്ല്. ഇത് രണ്ടും നമ്മുടെ മാർക്കറ്റിൻ്റെ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുവാനും ഇവിടെ വലിയ തോതിലുള്ള ഫോറിൻ ഫണ്ട് ആകർഷിക്കുവാനും സഹായിച്ചേക്കും.
അതുപോലെ തന്നെ യൂണിഫൈഡ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് കോഡും കഴിഞ്ഞ പാർലമെന്റിൽ പാസ്സാക്കുകയുണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ ഈ US ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ എക്കണോമിയിൽ ഉണ്ടാക്കുന്ന ആ ഒരു ഡാമേജിനെ മറികടക്കാൻ ഇന്ത്യ ആൾട്ടർനേറ്റീവ് സ്ട്രാറ്റജികളിലൂടെ പോവുകയാണ്. കാരണം US ട്രേഡ് ഡീൽ അത് എത്രമാത്രം അനന്തമായി നീളും എന്ന് പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതുകൂടാതെ കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിൽ ശക്തമായിട്ട് മുന്നോട്ട് പോയ ഗോൾഡും അതേപോലെ സിൽവറും പിന്നീട് ഒരു ഘട്ടത്തിൽ താഴോട്ടേക്ക് വന്നതായിട്ട് കാണാം. അവിടെ ഈ ഇന്ത്യൻ റുപ്പി സ്ട്രെങ്തൻ ചെയ്തത് ഈ ഗോൾഡിലും സിൽവറിലും ഒരു സെൽ ഓഫിന് കാരണമായി എന്ന് വേണം കരുതാൻ. നമ്മൾ ഗോൾഡ് ETF-ന്റെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡ് ബീസ് ഒരു എക്സാമ്പിളായി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ കഴിഞ്ഞ ആഴ്ചയിൽ 0.59% ഡൗൺ ആയിട്ടാണ് ഓവറോൾ പെർഫോമൻസ്. എന്നാൽ സിൽവർ ബേസിൽ കാര്യങ്ങൾ കുറച്ചും കൂടി വ്യത്യസ്തമാണ്. അവിടെ 6.51% അപ്പാണ്. അപ്പോൾ അവിടെ കഴിഞ്ഞ ആഴ്ച പോലെ തന്നെ സിൽവർ ഗോൾഡിനെ ഔട്ട് പെർഫോം ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ ഈ രീതിയിലുള്ള ഒരു കറക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഗോൾഡും സിൽവറും ക്രിസ്മസിന്റെ ആ ഒരു ഫെസ്റ്റിവൽ സീസൺ സമയങ്ങളിലൊക്കെ നല്ല തോതിൽ ഇന്ത്യയിൽ മുന്നോട്ട് പോകുമെന്നാണ് പൊതുവെ അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. ഈ നിഫ്റ്റിയുടെ ഒരു ലെവലുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ലെവലിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. അതായത് 20-day മൂവിംഗ് ആവറേജിന് മുകളിൽ 27,950 മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടാവുകയാണെങ്കിൽ അത് 2650, 26,200 റേഞ്ച് വരെ നിഫ്റ്റി പോയേക്കാം. അതൊരു പക്ഷേ ഈ റെക്കോർഡ് ഹൈ ആയിട്ടുള്ള 26,300 കടക്കാനും സാധ്യതയുണ്ട്. എന്നാൽ ഡൗൺ സൈഡിലേക്ക് വന്നാൽ 26,700 ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവലാണ്. ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കോൾസൈലുള്ള ഹൈയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് 26,000-ഉം സെക്കൻഡ് ഹൈയസ്റ്റ് 26,200-ഉമാണ്. ഇപ്പോൾ പുട്ട് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഹൈയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് 27,900-ഉം സെക്കൻഡ് ഹൈയസ്റ്റ് 25,800-ഉമാണ്. അപ്പോൾ മാർക്കറ്റിന്റെ ഒരു റേഞ്ച് ഈ ഒരു ലെവലിൽ കിടന്ന് കളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ FIAസിന്റെ നെക്സ്റ്റ് വീക്ക് ആക്ടിവിറ്റിയെ ആശ്രയിച്ചായിരിക്കും അടുത്ത മാർക്കറ്റിന്റെ ഒരു മൂവ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക. ഇതേപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ US മാർക്കറ്റിൽ ഇൻഫോസിസിന്റെ ADRലുണ്ടായ 40% ജമ്പ് അത് മൊത്തത്തിൽ US മാർക്കറ്റിനെ പിടിച്ചുലക്കുകയും 2 പ്രാവശ്യം ഈ ഇൻഫോസിസിന്റെ ട്രേഡ് നിർത്തിവെക്കേണ്ടി വരികയും ചെയ്തു. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇൻഫോസിസിൽ എന്തെങ്കിലും പോസിറ്റീവായ ന്യൂസ് ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫണ്ടമെന്റൽ ചേഞ്ച് ഉണ്ടായതുകൊണ്ടോ ആയിരുന്നില്ല. അവിടെ ഷോർട്ട് സെല്ലേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഷോർട്ട് കവറിങ്ങും അതേപോലെ ടെക്നിക്കലായിട്ടുള്ള ക്ലിഞ്ചും അതേപോലെ ലിക്വിഡിറ്റി പെട്ടെന്ന് ഇല്ലാതായതും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാങ്കേതികമായ ഇഷ്യൂ ആണ് ഇത്തരത്തിലുള്ള ഒരു മൂവ് ഉണ്ടാകാൻ കാരണം. അപ്പോൾ തുടക്കത്തിൽ ഇത് മനസ്സിലാകാതിരുന്ന മാർക്കറ്റ് വിപ്രോയിലും ഈ മൂവ് ഉണ്ടായി. പിന്നീട് ഗിഫ്റ്റ് നിഫ്റ്റിയും 26,300 വരെ പോവുകയുണ്ടായി. എന്നാൽ പിന്നീട് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയതോടെ അത് പൂർണ്ണമായും പഴയ ലെവലിലേക്ക് തിരിച്ചു വന്നതായിട്ട് നമുക്ക് കാണാം. എങ്കിലും അവിടെ 3 to 5% ഒരു ചേഞ്ച് ഉണ്ടായതായിട്ടും നമുക്ക് ഫൈനലായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഇത് മൺഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു റിയാക്ഷൻ നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാകുക എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ വിപണിയിലും പൊതുവെ മീഡിയകളിലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാന വിവാദമായിട്ടുള്ള ജെഫ്രി എപ്സ്റ്റൈൻ ഫയൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മളത് മനസ്സിലാക്കണമെങ്കിൽ ആരാണ് ഈ ജെഫ്രി എപ്സ്റ്റൈൻ എന്ന് അറിയാത്തവർക്കായിട്ട് ചുരുക്കി പറയാം. അപ്പോൾ ഈ ജെഫ്രി എപ്സ്റ്റൈൻ എന്ന് പറയുന്നത് ഒരു ബിഗ് ഷോട്ടാണ്, വലിയൊരു ഫൈനാൻസിയറാണ്, സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇടപെടുന്ന ആ രീതിയിൽ നല്ല തോതിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്ത ഒരാളായിരുന്നു. ഇദ്ദേഹത്തിന്റെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് രാഷ്ട്രീയ രംഗത്തും സെലിബ്രിറ്റികളുടെ ഇടയിലും മറ്റ് റോയൽ ഫാമിലികൾക്കിടയിലും ഒക്കെയുള്ള വലിയ വലിയൊരു നെറ്റ്വർക്ക് ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിനെതിരെ ആരോപണം വരുന്നത് 2005-ലാണ്. ഇദ്ദേഹത്തിന് അമേരിക്കയിലെ ഒരു പ്രൈവറ്റ് ഐലൻഡിൽ ഒരു ലക്ഷറി വില്ല ഉണ്ട്. ഇത് കരീബിയൻ സീയിൽ വെർജിൻ ഐലൻഡ്സിലാണ് ഈ ലിറ്റിൽ സെന്റ് ജെയിംസ് എന്ന് പറയുന്ന ഈ പ്രൈവറ്റ് ഐലൻഡ് നിലകൊള്ളുന്നത്. അപ്പോൾ അവിടെ വെച്ച് ഇദ്ദേഹം 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ചൈൽഡ് അബ്യൂസ് ചെയ്തു എന്നുള്ള ഒരു ആരോപണമാണ് ഉയർന്നു വന്നത്. അപ്പോൾ 2008 അതിൻ്റെ കേസ് നടക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തെ ശിക്ഷിക്കപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ അത് വെറും 13 മാസത്തെ ഒരു ശിക്ഷ മാത്രമായിരുന്നു. അവിടെ പല സെക്സ് ട്രാഫിക്കിംഗ് ചാർജസിൽ നൽകി ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിധിയായിരുന്നു അത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നെങ്കിലും വലിയ തോതിലുള്ള ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സാമൂഹിക മേഖലയിലുള്ള ഇദ്ദേഹത്തിൻ്റെ നെറ്റ്വർക്ക് കാരണം അത്തരം പ്രതിഷേധങ്ങളെ മറികടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എന്നാൽ 2018 ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൻ്റെ ഭാഗമായിട്ട് പല ജേർണലിസ്റ്റുകളും നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് പുസ്തകങ്ങളുടെ രൂപത്തിലും മറ്റും റിപ്പോർട്ടുകളുടെ രൂപത്തിലുമൊക്കെ പുറത്തു വന്നപ്പോൾ ഇതൊരു വലിയ മാനങ്ങളുള്ള ഒരു കേസാണെന്ന് ആളുകൾക്ക് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ട്രയൽ നടക്കുകയും ഇദ്ദേഹത്തിനെ 2019 അറസ്റ്റ് ചെയ്യുകയും ചെയ്യേണ്ടായി. എന്നാൽ 2019 ഓഗസ്റ്റ് 10 ഇദ്ദേഹം ജയിലിൽ വെച്ച് ആത്മഹത്യ ചെയ്യുകയുണ്ടായത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആത്മഹത്യ ഒരു ദുരൂഹത നിറഞ്ഞതായിരുന്നു. കാരണം ഇവിടെ എല്ലാവരും സംശയിച്ചത് പ്രത്യേകിച്ച് ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വലിയ വലിയ ആളുകൾ ഇൻക്ലൂഡിങ് ട്രംപിൻ്റെ പേര് വരെ അതിലുണ്ട്.
അവരൊക്കെ ഇടപെട്ടുകൊണ്ട് ഇദ്ദേഹത്തെ ഏതെങ്കിലും വിധത്തിൽ മരണത്തിലേക്ക് തള്ളിവിട്ടോ എന്ന രീതിയിലുള്ള കോൺസ്പിരസി തിയറികളൊക്കെ ധാരാളമായിട്ട് അമേരിക്കൻ മാർക്കറ്റിൽ ഉയർന്നു വന്നു. ഇദ്ദേഹത്തിൻ്റെ ക്ലോസ് അസോസിയേറ്റ് ആയിട്ടുള്ള ഗിസ്ലൈൻ മാക്സ്വെൽ എന്ന് പറയുന്ന ആളെ 20 വർഷത്തെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. ഈ കേസ് കൂടുതൽ രണ്ടാമതും ഉയർന്നു വരുന്നത് ട്രംപിൻ്റെ രണ്ടാം ഊഴത്തിലാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ട്രയലുമായി ബന്ധപ്പെട്ട് സമാഹരിച്ചിട്ടുള്ള ധാരാളം കേസ് ഫയലുകൾ, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ്, ധാരാളം ഫോട്ടോകൾ, ഇതൊക്കെ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ അവിടെ വലിയ തോതിലുള്ള ഒരു ക്ലയൻറ്റ് ലിസ്റ്റ് ഉണ്ട് എന്നാണ് ആ ഫയലുകളിൽ നിന്ന് ജനങ്ങൾ സ്പെക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിരന്തരമായ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് അവർക്ക് ഇത് 30 ദിവസത്തിനുള്ളിൽ ഈ ഫയലുകൾ പബ്ലിക്കിൽ റിലീസ് ചെയ്യണമെന്ന് ഓർഡർ നൽകുകയുണ്ടായി. അപ്പോൾ അതാണ് ഈ ഡിസംബർ 19 കഴിഞ്ഞ ദിവസം ആ ഡെഡ് ലൈൻ അനുസരിച്ചിട്ട് പുറത്തു വന്നിട്ടുള്ളത്. എന്നാൽ ഈ പുറത്തു വന്ന ഡോക്യുമെൻറ്റുകളിൽ ഭാഗികമായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. പലതും സെൻസർ ചെയ്തതായിട്ടും മുഖങ്ങൾ മറച്ചതായിട്ടും അങ്ങനെ പല രീതിയിലുള്ള ട്രാൻസ്പെറൻസി ഇല്ലാതെയാണ് ഈ ഡോക്യുമെൻറ്റുകൾ പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഫയലുകൾ പൂർണ്ണമായിട്ടും പുറത്തിടണമെന്ന് ആവശ്യപ്പെട്ട് വീണ്ടും അവിടെ വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ തൗസൻഡ്സ് ഓഫ് ഫോട്ടോസൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ഫേമസ് ആയിട്ടുള്ള പല സെലിബ്രിറ്റീസിൻ്റെയും പൊളിറ്റീഷ്യൻസിൻ്റെയും ഓൾറെഡി ചെറിയ ഫോട്ടോകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ബിൽ ക്ലിൻ്റൺ ഉണ്ട്, ഡൊണാൾഡ് ട്രംപ് ഉണ്ട്, അതേപോലെ മൈക്കൽ ജാക്സൺ, മിക് ജാഗർ, കെവിൻ സ്പൈസി, ഡയാന റോസ്, ഡേവിഡ് കോപ്പർഫീൽഡ്, മൈക്രോസോഫ്റ്റിൻ്റെ ബിൽ ഗേറ്റ്സ്, അതുപോലെ ഗൂഗിളിൻ്റെ കോഫൗണ്ടർ ആയിട്ടുള്ള സെർജി ബ്രിൻ, ഇങ്ങനെ ധാരാളം ആളുകളുടെ ഫോട്ടോകൾ ഓൾറെഡി പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഇങ്ങനെ കൂടുതൽ ഫോട്ടോകളും ഇത്തരത്തിലുള്ള കുറേ റിലീസും വരികയാണെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും ലിസ്റ്റഡ് കമ്പനികളുടെ ഫൗണ്ടേഴ്സ് ഉണ്ടാവും, അതേപോലെ ലിസ്റ്റഡ് കമ്പനികളുടെ CEOമാരുണ്ടായേക്കാം. അപ്പോൾ ട്രംപിൻ്റെ ഫോട്ടോസ് ഓൾറെഡി ഉണ്ട്, ട്രംപുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തിയതിൻ്റെ ധാരാളം തെളിവുകളുമുണ്ട്. പക്ഷേ പബ്ലിക്കിനെ സ്ട്രൈക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോസ് വരികയാണെങ്കിൽ അത് ട്രംപിൻ്റെ രാജിയിലേക്ക് തന്നെ നയിച്ചേക്കുമെന്ന ഒരു സ്പെക്കുലേഷനും അവിടെ നിലനിൽക്കുന്നുണ്ട്. അതേപോലെ ഇത് അമേരിക്കയിൽ മാത്രം ഒതുങ്ങി നിൽക്കണമെന്നില്ല. ഇപ്പോൾ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ലീഡിംഗ് പൊളിറ്റീഷ്യൻസിൻ്റെയോ മറ്റോ ഫോട്ടോസ് വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോകുന്ന വിവാദങ്ങളും ഒരു പ്രശ്നമാണ്. എന്നാൽ ഇതുവരെ ഇന്ത്യ റിലേറ്റഡ് ആയിട്ടുള്ള ആരുടെയും ഫോട്ടോസ് പുറത്ത് വന്നിട്ടില്ല. അപ്പോൾ ഏതായാലും ഈ ജെഫ്രി എപ്സ്റ്റൈൻ ഫയൽസ് സ്റ്റോക്ക് മാർക്കറ്റ് പോലെ തന്നെ ഒരു സ്പെക്കുലേറ്റീവ് ഗെയിമായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീക്ക് കൂടുതൽ ഫോട്ടോസ് വരുന്നതിനെയും മാർക്കറ്റ് ഉറ്റുനോക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമുക്കത് വെയിറ്റ് ആൻഡ് വാച്ച് എന്ന മോഡിൽ കാത്തിരിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കാം. താങ്ക് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.